ഹായ് ഫ്രണ്ട്സ്, മിസ്റ്റർ ആട്ടറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വിഷ്ണുദാസ്. ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ക്രിസ്തുമസ് പുതുവത്സര ആശംസകൾ. എല്ലാവരും പോയി അടിച്ച് പൊളിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന പ്രൊഡക്റ്റ് സാൻഡിസ്കിൻ്റെ പോർട്ടബിൾ SSD ആണ്. ഇതൊരു 1 TB വേർഷനാണ്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഓർഡർ ചെയ്തത്. ഏകദേശം 10,800 രൂപയോളം വരെ ഉണ്ടായിരുന്നു. ആ സമയത്ത് എന്തോ ഡിസ്കൗണ്ട് നടക്കുന്നുണ്ടായിരുന്നു, 10% ഡിസ്കൗണ്ട്. അപ്പോൾ ആ സമയത്ത് മേടിച്ചുകൊണ്ട് എനിക്ക് 9,500 ഡിസ്കൗണ്ട് കിട്ടി. എനിക്ക് 9,500 കിട്ടി. ഇത് കൂടാതെ ഷോപ്സി വഴിയാണ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ പർച്ചേസ് ചെയ്തത്. അതുകൊണ്ട് എനിക്കൊരു 400 രൂപ വേറെയും ക്യാഷ് ബാക്ക് കിട്ടി. അപ്പോൾ എന്താണ് ഷോപ്സി എന്ന് അറിയാത്തവർക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ വേറെ ചെയ്തിട്ടുണ്ട്. താഴെ ഡിസ്ക്രിപ്ഷനിൽ ആ വീഡിയോ ലിങ്ക് ഉണ്ട്, പോയി നോക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു സാൻഡിസ്ക് എക്സ്ട്രീം പോർട്ടബിൾ SSDയുടെ അൺബോക്സിങ്ങും അതേപോലത്തെ റിവ്യൂ ആണ്. ആർക്കൊക്കെ ഇത് യൂസ്ഫുൾ ആയിരിക്കും എന്നുള്ളതാണ്. ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ പറയാം, ഇത് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിരിക്കുന്നത് 4K വീഡിയോസ് എഡിറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക്, അതേപോലെ തന്നെ വെഡ്ഡിങ് ആൽബം ഫോട്ടോഷൂട്ട് നടത്തുന്നവർ, സ്റ്റുഡിയോ ഉള്ളവർ, അവർക്കൊക്കെയാണ് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ. സാധാരണ നമ്മുടെ വീട്ടിലെ യൂസിനൊന്നും ഈ ഹാർഡ് ഡിസ്കിൻ്റെ ആവശ്യമില്ല. ട്രാവലിങ്ങും അതേപോലത്തെ 4K വീഡിയോസ് എഡിറ്റ് ചെയ്യുന്നവർക്ക്, ഫോട്ടോഷോപ്പ് യൂസ് ചെയ്യുന്നവർക്ക്, സ്റ്റുഡിയോ ഉള്ളവർക്ക്, അവർക്കൊക്കെയാണ് ഏറ്റവും യൂസ്ഫുൾ. വീട്ടിൽ ഇത് വാങ്ങുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, കാരണം അത്രയും ഫാസ്റ്റ് ആയിട്ടുള്ള ഹാർഡ് ഡിസ്ക് ആണ്. ഇപ്പോൾ TV ഒക്കെ ഹാർഡ് ഡിസ്ക് ആയിട്ട് കണക്ട് ചെയ്ത് പ്ലേ ചെയ്യും, ഏറ്റവും ബെസ്റ്റ് SSD യൂസ് ചെയ്യുന്നതായിരിക്കും. നോർമൽ ഹാർഡ് ഡിസ്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ TV പവർ ഓഫ് ചെയ്യുമ്പോൾ ആ ബ്ലേഡ്, ആ ഒരു പിന്ന് ഡിസ്കിൽ ടച്ച് ചെയ്തിട്ട് സ്ക്രാച്ച് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും SSDക്ക് വരത്തില്ല. അപ്പോൾ ആ യൂസിനൊക്കെ നിങ്ങൾക്ക് വീട്ടിൽ മേടിച്ചേക്കാം. അല്ലാതെ ഈ ഒരു ഹാർഡ് ഡിസ്ക് ഞാൻ വേറെ ആർക്കും റെക്കമെൻഡ് ചെയ്യില്ല. അപ്പോൾ നമുക്ക് ഏതായാലും ഈ ഒരു ബോക്സ് ഓപ്പൺ ചെയ്ത് ഈ പ്രോഡക്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കി നോക്കാം. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇത് സാൻഡിസ്കിൻ്റെ എക്സ്ട്രീം പോർട്ടബിൾ SSD ആണ്. 1 TB ആണ് സ്റ്റോറേജ് കപ്പാസിറ്റി. ഇതിൽ മെൻഷൻ ചെയ്തേക്കുന്നത് 1050 Mbps/s റീഡ് റൈറ്റ് സ്പീഡ് ഉണ്ടെന്നാണ്. നമുക്കതൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കാം. വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. ഇപ്പോൾ എന്തോ ഒരു കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്, ഞാൻ സ്ക്രാച്ച് ചെയ്തിട്ട് ഇതിലേക്ക് പങ്കെടുക്കണം. ഇതിൻ്റെ വില ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞു. ഇതിൻ്റെ ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. സ്പീഡ് കൂടുതലാണ്, അതേപോലെ തന്നെ റഗ്ഡ് IP55 വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻ്റ് ആണ്. അതേപോലെ തന്നെ ഷോക്ക് പ്രൂഫ് ആണ്. നിലത്ത് വീണാലും ഇതിന് വലിയ ഇഷ്യൂസ് ഇല്ല, 2 മീറ്റർ വരെ. പിന്നെ വളരെ സൈസ് കുറവാണ്, പോക്കറ്റിലൊക്കെ കൊള്ളും. പിന്നെ ഇതിൽ 5 ഇയർ വാറണ്ടി ഉണ്ട്. നമുക്ക് ഏതായാലും ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇതിലെ കണ്ടൻസ് ഒന്ന് നോക്കി നോക്കാം. എത്ര ചെറുതാണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ കയ്യിൽ പിടിക്കുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. എൻ്റെ പിക്സൽ ഫോൺ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിക്സൽ ഫോൺ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ പകുതി സൈസ് ഈ ഒരു 1 TB SSD ഹാർഡ് ഡിസ്കിനോട് ലൈറ്റ് വെയിറ്റ് ആണ്. ഏകദേശം ഒരു 30-40 ഗ്രാമുള്ള പോലെ തോന്നുള്ളൂ. അത്രയും ചെറുതുമാണ്, ലൈറ്റ് വെയിറ്റും ആണ്. ഇതങ്ങനെ പിടിക്കാനുള്ളൊരു ഹോൾഡറുണ്ട്. 1 TB ആണ് കപ്പാസിറ്റി. ഇത് മാറ്റി വയ്ക്കാം. ഇതെൻ്റെ ബുക്കാണ്. ഇതെൻ്റെ കണക്ടർ. C ടു C ടൈപ്പ് ആണ്. ഇതിൽ C ടൈപ്പാണ് പോർട്ടുള്ളത്. ഇത് കണക്ട് ചെയ്തിട്ട് മാക്ബുക്ക് ഉള്ളവർക്കൊക്കെ ഈസി ആയിട്ട് യൂസ് ചെയ്യാം. അല്ലാത്തവർക്ക് USB 3.0 കണക്ട് ചെയ്യാനായിട്ട് ഒരു കണക്ടറും കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് പുതിയ SSD ഞാൻ വാങ്ങിയത്. ഞാൻ ഓൾറെഡി യൂസ് ചെയ്യുന്ന ഒരു SSD നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ഞാൻ SSD ഹാർഡ് ഡിസ്ക് ഇൻറ്റേർണലാണ്. ഇത് ഞാൻ തനിയെ മേടിച്ചിട്ട് ഈ ഒരു കേസും തനിയായിട്ട് വാങ്ങിയതാണ്. നമുക്ക് റിമൂവ് ഒക്കെ ചെയ്യാൻ പറ്റും ആവശ്യാനുസരണം. ഇത് ഏതാണ്ട് ഞാൻ 2-3 വർഷത്തിന് മേലെ ഈ ഒരു SSD ഇങ്ങനെ യൂസ് ചെയ്യണം. ഞാൻ കരുതി ട്രാവലിൻ്റെ സമയത്ത് കുറച്ചുകൂടി കോമ്പാക്റ്റബിൾ ആയിട്ടുള്ള, ട്രാവലിങ്ങിൻ്റെ സമയത്ത് നിലത്ത് വീണാലൊന്നും പറ്റാത്ത രീതിയിലുള്ള ഒരു ഹാർഡ് ഡിസ്ക്കാണ് ഞാൻ നോക്കിയിടുന്നത്. അപ്പോൾ അങ്ങനെയാണ് സാൻഡിസ്കിലേക്ക് ഞാൻ എത്തിയത്. ഇതാകുമ്പോൾ നിലത്തൊക്കെ വീണ് ഈ കേസ് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ഭാഗം ഊരിയിട്ട് വീണ്ടും പുതിയൊരു കേസ് വാങ്ങണം. അപ്പോൾ ഹാർഡ് ഡിസ്ക്കും ഈ ഒരു കേസ് വാങ്ങുമ്പോൾ തന്നെ ഏകദേശം ഈ ഒരു SSD അത്ര തന്നെ പൈസയായി. പിന്നെ ഇതിൻ്റെ ഈ ഒരു പഴയ ഹാർഡ് ഡിസ്കിന് ഏകദേശം 450-500 Mbps/s സ്പീഡ് ഉണ്ടായിരുന്നുള്ളൂ. 4K വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്യുമ്പോൾ ചില സമയത്ത് ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട്. പക്ഷേ ആ പ്രശ്നങ്ങളൊന്നും ഈ ഒരു മോഡലിൽ ഉണ്ടാവില്ല. ഞാൻ ഈ കവറൊന്ന് റിമൂവ് ചെയ്ത് തരാം. ഫ്രണ്ടിലുള്ളത് ഒരു പ്ലാസ്റ്റിക് ആണ്, ഈ ഭാഗത്തൊരു പ്ലാസ്റ്റിക് ആണ്. ഇതിന് ബാക്ക് സൈഡിൽ ഫുള്ള് റബ്ബറിൻ്റെ കോട്ടിംഗ് ആണുള്ളത്. നിലത്ത് ഇടിച്ചാലൊന്നും വലിയ കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. നമുക്ക് ഏതായാലും ഇത് കമ്പ്യൂട്ടറിലൊന്ന് കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ സ്പീഡും ബാക്കിയുള്ള കാര്യങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ എൻ്റെ ഹാർഡ് ഡിസ്ക് എൻ്റെ മാക്ബുക്ക് പ്രോ ആയിട്ട് കണക്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇത് എക്സ്റ്റേണൽ ഡിസ്പ്ലേ വെച്ചിട്ടാണ് ഞാൻ കണക്ട് ചെയ്തേക്കുന്നത്. മാക്കിൻ്റെ ഡിസ്പ്ലേ അടിച്ച് പോയി. C ടു C ടൈപ്പ് കേബിളാണ്. അപ്പോൾ ഞാൻ ഒരെണ്ണം ഇവിടെ കണക്ട് ചെയ്യണം. കണക്ട് ചെയ്ത് ഇനി മറ്റത് നമ്മൾ മാക്ബുക്ക് പ്രോയുടെ C പോർട്ടിലേക്ക് കണക്ട് ചെയ്യണം. ഇനി ബാക്കിയുള്ള ഞാൻ സ്ക്രീൻ റെക്കോർഡിലൂടെ കാണിച്ചു തരാം. ഡിറ്റക്റ്റായി ഡിസൈഡ് ലേറ്റർ വന്നിട്ടുണ്ട്. എക്സ്ട്രീം ഗെറ്റ് ഇൻഫോ കൊടുത്തു കഴിഞ്ഞാൽ ഇത് എക്സ്ഫാറ്റിൽ ഡീഫോൾട്ടായിട്ട് ഫോർമാറ്റ് ആയിട്ടാണ് വരുന്നത്. 1 TB ആണ് കപ്പാസിറ്റി. എക്സ്ഫാറ്റിലായിരിക്കും ബെറ്റർ, കാരണം വിൻഡോസിലും മാക്കിലും ഒരേപോലെ യൂസ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് എക്സ്ഫാറ്റ് ആണ്. FAT32 ചെയ്ത് കഴിഞ്ഞാലുള്ള ഇഷ്യൂ എന്ന് പറഞ്ഞാൽ 4 GB മേലുള്ള ഫയൽസ് ഒന്നും നമുക്ക് കോപ്പി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എക്സ്ഫാറ്റ് ആണ് ഏറ്റവും ബെസ്റ്റ്. മാക്കിലും വിൻഡോസിലും ഒരേപോലെ കമ്പാറ്റബിൾ ആയിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ഒരു ഫയൽ കോപ്പി ചെയ്ത് നോക്കി നോക്കാം എത്രത്തോളം ടൈം എടുക്കുന്നുള്ളത്. ഡെസ്ക്ടോപ്പിൽ പോയിട്ട് ഇതിപ്പോൾ ഏകദേശം 440 MB ഉള്ളൊരു വീഡിയോ ഫയലാണ് ഇപ്പോൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്തത്. ഞാൻ ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തോട്ടെ. എത്ര കണ്ടു, ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത പാടെ തന്നെ 443 MB ഉള്ള ഫയൽ അതിലേക്ക് പേസ്റ്റായി. ഇനി നമുക്ക് കുറച്ചുകൂടി വലിയ ഫയലൊന്ന് പേസ്റ്റ് നോക്കാം എത്രത്തോളം ഫാസ്റ്റാണ് റൈറ്റ് സ്പീഡ് എന്നുള്ളത്. ഇതൊരു 7.6 GB ഉള്ള ഫയലാണ്. ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാണ്. ഒരു 5 മുതൽ
8 സെക്കൻഡ് കൊണ്ട് 7 GB ഉള്ള ഫയലാണ് ട്രാൻസ്ഫർ ചെയ്തത്. അപ്പോൾ പെർ സെക്കൻഡ് 1 GB അടുത്ത് വരെ ഡാറ്റ ട്രാൻസ്ഫർ ആവുന്നുണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ സ്പീഡ്. ഇതിൻ്റെ സ്പീഡ് ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് റീഡ് റൈറ്റ് സ്പീഡ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ബ്ലാക്ക് മാജിക് ഡിസ്ക് സ്പീഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട് ആപ്പ് സ്റ്റോറിലുള്ളത്. അത് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ സ്പീഡ് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അത് ഓപ്പൺ ചെയ്തിട്ട് ടാർഗറ്റ് ഡിസ്റ്റ് ഈസ് ഓൾമോസ്റ്റ് ഫുള്ള് ഓക്കെ കൊടുക്കുന്നു. നമ്മൾ ഏത് ഹാർഡ് ഡിസ്ക് ആണോ ചെക്ക് ചെയ്യാൻ പോകുന്നത് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 1 GB 5 GB സെലക്ട് ടാർഗറ്റ് ഡിവൈസ് കൊടുക്കുന്നു. അതിൽ ഞാൻ എക്സ്ട്രീം SSD സെലക്ട് ചെയ്തിട്ട് ഓപ്പൺ കൊടുക്കുന്നു. അപ്പോൾ ഇത് റൈറ്റ് സ്പീഡും ഇത് റീഡ് സ്പീഡാണ് കാണിക്കുന്നത്. സ്റ്റാർട്ട് സ്പീഡ് ടെസ്റ്റ് 1000 MBPS ആണ് ഇതിൻ്റെ സ്പീഡ്. റീഡ് ആൻഡ് റൈറ്റ് സ്പീഡ് പറയുന്നത്. റൈറ്റ് സ്പീഡ് 926 MBPS. റീഡ് സ്പീഡും ഏകദേശം 900 മേലെ ഉണ്ട്. 1000 കമ്പനി അവകാശപ്പെടുന്നത്. 900 ഒക്കെ വലിയ സ്പീഡാണ്. എൻ്റെ ഈ പഴയ ഹാർഡ് ഡിസ്കിൽ 400 MBPS മാത്രം സ്പീഡ് ഉണ്ടായിരുന്നുള്ളൂ. അതും വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് ചെക്ക് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ സ്പീഡ് ടെസ്റ്റ് നിങ്ങൾ കണ്ടല്ലോ. 900 മേലെ റീഡും റൈറ്റ് സ്പീഡും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാനിത് ക്ലോസ് ചെയ്യാണ്. എന്നിട്ട് ഇത് ഇജക്റ്റ് ചെയ്യാം. എന്നിട്ട് ഇതേ കേബിൾ വെച്ചിട്ട് മറ്റേ ഹാർഡ് ഡിസ്ക് ഒന്ന് കണക്ട് ചെയ്ത് കാണിച്ചു തരാം ഞാൻ. അതും C ടൈപ്പ് പോർട്ട് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ട്രാൻസ്ഫർ സ്പീഡിൻ്റെ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. സെയിം കേബിൾ വെച്ച് ഞാൻ കണക്ട് ചെയ്യാണ്. അപ്പോൾ അത് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് വന്നിട്ടുണ്ട്. മിസ്റ്റർ റാട്ടർ എന്നാണ് ഡിസ്കിൻ്റെ പേര്. ഞാൻ ക്ലിക്ക് ചെയ്തു. അത് ഓക്കെ. സെലക്ട് ടാർഗറ്റ് ഡിവൈസ് കൊടുത്തു. മിസ്റ്റർ റാട്ടർ സെലക്ട് ചെയ്തു. ഓപ്പൺ കൊടുത്തു. സ്റ്റാർട്ട് കൊടുത്തു. ഉണ്ടോ, അത് 440 റേഞ്ചിലാണ് റൈറ്റ് സ്പീഡ് ഉള്ളത്. ഇനി റീഡ് സ്പീഡ് ഇപ്പോൾ കാണിക്കും. 440 ആണ്. ഇത് 500 വരെയാണ് റീഡ് സ്പീഡ്. അപ്പോൾ അതിൻ്റെ ഇരട്ടി സ്പീഡ് ഉണ്ട് ഈ ഒരു ഇത്തിരി കുഞ്ഞൻ സാൻഡിസ്ക് എക്സ്ട്രീം പോർട്ടബിൾ SSDക്ക്. ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആണ്. അതിൻ്റെ ഡിഫറൻസസ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ഹാർഡ് ഡിസ്ക് ഏറ്റവും യൂസ്ഫുൾ ആവുന്നത് 4K വീഡിയോസ് എഡിറ്റ് ചെയ്യുന്നവർക്ക്, പിന്നെ ഞാൻ പറഞ്ഞ സ്റ്റുഡിയോ യൂസ് ചെയ്യുന്നവർക്കൊക്കെ ആയിരിക്കും. സൂപ്പർ ഫാസ്റ്റ് ആയിട്ട് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാനും അതേപോലെ തന്നെ ഹാർഡ് ഡിസ്കിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റും. പിന്നെ പോർട്ടബിൾ ആയിട്ടുള്ള ഹാർഡ് ഡിസ്ക് എന്ന് പറയുമ്പോൾ ഇതന്നെ ആയിരിക്കും ബെസ്റ്റ്. കൊണ്ടുപോകാനും എളുപ്പം, വലിപ്പവും കുറവ്, വെയിറ്റും ഇല്ല, പിന്നെ അത്രയും ഫാസ്റ്റുമാണ്. അപ്പോൾ അങ്ങനത്തെ യൂസസിന് ഏറ്റവും ബെസ്റ്റ് ഈ സാൻഡിസ്കിൻ്റെ പോർട്ടബിൾ SSD തന്നെയായിരിക്കും. വില കുറച്ച് കൂടുതലാണ്. സാധാരണ ഒരു ഹാർഡ് ഡിസ്കിന് കമ്പയർ ചെയ്യുമ്പോൾ ഇരട്ടി വില SSDക്ക് വരുന്നുണ്ട്. പക്ഷേ ഇങ്ങനത്തെ ഒരു SSD ചെയ്യണേക്കാളും എന്തുകൊണ്ടും ലാഭം ഈ ഒരു SSD വാങ്ങുന്നതാണ്. ഏകദേശം രണ്ടും ചെയ്ത് വരുമ്പോൾ സെയിം റേറ്റ് ആവുന്നുണ്ട്. ഇത് IP വാട്ടർ റെസിസ്റ്റൻറ്റ്, ഡസ്റ്റ് റെസിസ്റ്റൻറ്റുമാണ്. അതേപോലെ തന്നെ ഷോക്ക് പ്രൂഫും ആണ്. നിലത്ത് വീണാലൊന്നും പറ്റില്ല. അപ്പോൾ ഇതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഇത്തിരി കുഞ്ഞിൻ്റെ പെർഫോമൻസ് കണ്ടില്ലേ, വളരെയധികം യൂസ്ഫുള്ളാണ്. അതേപോലെ തന്നെ ഫാസ്റ്റുമാണ് ഈ ഒരു ചെറിയൊരു ഹാർഡ് ഡിസ്ക്. കൈ കൊണ്ടുനടക്കാൻ എളുപ്പം, നമ്മുടെ പോക്കറ്റിലൊക്കെ ഫിറ്റ് ആവും. അതുപോലെ ട്രാവലൊക്കെ ചെയ്യുന്ന സമയത്ത് നിലത്ത് വീണാലൊന്നും വലിയ ഇഷ്യൂസ് ഇല്ല. അതേപോലെ തന്നെ IP വാട്ടറും ഡസ്റ്റ് പ്രൂഫും ആണ്. അപ്പോൾ ട്രാവലിങ്ങിൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇപ്പോൾ 4K വീഡിയോ എഡിറ്റ് ചെയ്യുന്നവർക്കും അതേപോലെ തന്നെ ആൽബം ഡിസൈനിങ്, പിന്നെ വെഡ്ഡിങ് ഫോട്ടോഷൂട്ട് ചെയ്യുന്നവർക്കൊക്കെ സ്റ്റോറേജ് ഡിവൈസ് ആയിട്ട് ട്രാവലിങ്ങിൻ്റെ സമയത്ത് യൂസ് ചെയ്യാൻ പറ്റിയൊരു ഐറ്റം തന്നെയാണത്. മറ്റേ നോർമൽ ഹാർഡ് ഡിസ്ക് ആണെങ്കിൽ നിലത്ത് വീണാലൊക്കെ ചിലപ്പോൾ ഇഷ്യൂസ് വരും. പിന്നെ ഞാനിപ്പോൾ എനിക്ക് വേണ്ടി തനിയായിട്ട് ഞാൻ ഈ ഒരു കേസും ഈ ഒരു ഹാർഡ് ഡിസ്കും തനിയായിട്ട് വാങ്ങിയിട്ട് ഉണ്ടാക്കിയതുകൊണ്ട് ഇത് സാധനം നിലത്ത് വീണാൽ ചിലപ്പോൾ പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. ആ പ്രശ്നങ്ങളൊന്നും ഇതിനില്ല. ഷോക്ക് പ്രൂഫാണ്. IP വാട്ടർ റെസിസ്റ്റൻറ്റും ഡസ്റ്റ് റെസിസ്റ്റൻറ്റും ആണ്. അപ്പോൾ നിങ്ങൾക്ക് കൊണ്ടു നടക്കാൻ എളുപ്പമാണ്. ഇതിനെ ഈ ഒരു പഴയ ഹാർഡ് ഡിസ്കിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ഫാസ്റ്ററാണ്. 1050 MBPS/s ആണ് റീഡ് റൈറ്റ് സ്പീഡ്. 4K എഡിറ്റ് ചെയ്യുന്നവർക്കും സ്റ്റുഡിയോ വർക്കൊക്കെ ചെയ്യുന്നവർക്കാണ് ഞാൻ ഇത് റെക്കമെൻഡ് ചെയ്യുള്ളൂ. വീട്ടിലെ യൂസിന് നിങ്ങൾക്ക് ഇത് പറ്റും. TV-യിലൊക്കെ കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് സിനിമ കാണുന്നവരൊക്കെ ആണെങ്കിൽ. ഇപ്പോഴത്തെ കാലത്ത് ആരും അങ്ങനെ ചെയ്യാറില്ല. എന്നാലും അങ്ങനത്തെ ആ സമയത്തൊക്കെ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആവും. അപ്പോൾ ഇത് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആമസോണിൻ്റെ ലിങ്ക് കൊടുക്കാം, ഫ്ലിപ്കാർട്ടിൻ്റെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ നിങ്ങൾ ഷോപ്സി വഴി പോയിട്ട് വാങ്ങുക. അപ്പോൾ ഷോപ്സി എന്താണെന്ന് അറിയാനായിട്ട് അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് ഇരിക്കുന്നു എങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടാതെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷൻ ഓൾ എന്ന് എനേബിൾ ആക്കുക. അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോയിൽ വീണ്ടും കാണാം.